വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സെഷനുമായിട്ടാണ്. അതായത് സാധാരണ PSC പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, നിങ്ങളിപ്പോ ഏത് പരീക്ഷ ആയിക്കോ, 10th പ്രിലിംസോ അല്ലെങ്കിൽ 10th മെയിൻസോ 12th പ്രിലിംസോ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസോ മെയിൻസ് ഏത് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും ആദ്യമായിട്ട് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനിയുള്ള ദിവസങ്ങളില് എത്ര മണിക്കൂറാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര മണിക്കൂർ പഠിച്ചാൽ നമുക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ഇത് പൊതുവേ ഉള്ള എല്ലാ PSC പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും കോമൺ ആയിട്ട് വരുന്ന സംശയമായതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതായത് മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, നിങ്ങൾ ഏത് പരീക്ഷ എഴുതിക്കോട്ടെ, എല്ലാ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഇത് വൃത്തിയായിട്ട് കേട്ടുകൊണ്ട് ഇത് ജീവിതത്തിലെ പ്രാവർത്തികമാക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് തുടക്കത്തിൽ എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് അവസാനിപ്പിക്കരുത്. ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ജീവിതത്തിലെ ആദ്യ ദിവസം മുതൽ, ഈ വീഡിയോ നിങ്ങൾ എന്നാണോ കണ്ടു തുടങ്ങുന്നത് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഇത് ജീവിതത്തിലെ പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. സോ അത്തരത്തില് എൻ്റെ ഒരു 12 വർഷത്തെ എക്സ്പീരിയൻസും അവിടുന്ന് കിട്ടുന്ന ഉദ്യോഗാർത്ഥിൽ നിന്ന ഫീഡ്ബാക്കും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടും. ഞങ്ങൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ അവിടെ എല്ലാവരും സാധാരണ PSC അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. കുറച്ച് പേരൊക്കെ റാങ്ക് ഫയലൊക്കെ തുറന്നു വെച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഫോണൊക്കെ തുറന്നു വെച്ച് ചിലപ്പോൾ യൂട്യൂബിന്റെ ക്ലാസ്സുകൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ആപ്പിലെ ക്ലാസ്സുകൾ കാണാറുണ്ട്. അതിനൊന്നും ഒരു വ്യക്തമായ ഒരു പ്ലാൻ ഒന്നുമില്ല. അപ്പോ നമ്മുടെ മുമ്പിൽ ഇനിയുള്ള പരീക്ഷകൾക്കെല്ലാം ഡേറ്റ് വന്നിരിക്കുക. 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന എല്ലാ പരീക്ഷകളുടെയും ഡേറ്റ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാൻ സാധിക്കും എത്ര ദിവസമാണ് ഓരോ പരീക്ഷയ്ക്ക് വേണ്ടി ഉള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാനും സാധിക്കും. സ്വാഭാവികമായിട്ട് നിങ്ങൾ 1 വർഷം മുമ്പേ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന പലരും ചിലപ്പോൾ 3 വർഷം 5 വർഷമായിട്ടിരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് ഇതുവരെയും ഒരു ഭേദപ്പെട്ട റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടുണ്ടാവത്തില്ല. അതിന്റെ റീസൺ എല്ലാം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പരാജയം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇവിടുന്ന് അറിയാൻ സാധിക്കും. ഈ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2025 നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, എല്ലാവർക്കും ഉള്ള സംശയം. എടാ, കൂടുതൽ സമയം പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുമോ? ചില ആൾക്കാരുണ്ട് രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ പഠിച്ചിട്ട് 1 മണിക്കൂർ ഭക്ഷണം കഴിച്ച് വീണ്ടും 9 മണി മുതൽ 1 മണി വരെ പഠിച്ചിട്ട് കിടന്നുറങ്ങി വീണ്ടും രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാരുണ്ട് അവര് രാവിലെ ഒരു 2 മണിക്കൂറും പഠിക്കും, വൈകുന്നേരം 2 മണിക്കൂറും പഠിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്കൂർ പഠിക്കും. ഇതിനിടയിലെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ജോലി ചെയ്തുകൊണ്ട് PSC പരീക്ഷ തയ്യാറെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അതേപോലെ വീട്ടമ്മമാരുണ്ട്. വീട്ടമ്മമാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എപ്പോഴും പഠിക്കാൻ സമയം കിട്ടത്തില്ല. അവരുടെ ഫ്രീ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ പാചകം ചെയ്തതിന് ശേഷം, അല്ലെ വീട്ടുജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് സമയമായിരിക്കും പഠിക്കുവാൻ കിട്ടുന്നത്. പക്ഷെ ഈ കിട്ടുന്ന സമയം കൃത്യമായിട്ട് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇതിനകത്ത് ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ ചോദ്യം ഇതായിരുന്നു, കൂടുതൽ സമയം പഠിച്ചു കഴിഞ്ഞാല് കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വെബിനാർ എടുത്തപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്നിലേക്ക് ചോദിച്ച ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം, ഇത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. കൂടുതൽ സമയം പഠിച്ചു കഴിഞ്ഞാല് ഒരിക്കലും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഈ സമയവും അതേപോലെ മാർക്കും ഒരിക്കലും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, നേരനുപാതത്തിലല്ല. അതായത് കൂടുതൽ സമയം പഠിച്ചത് കൊണ്ട് കൂടുതൽ മാർക്ക് കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ 5 വർഷമായിട്ടിരുന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിനകത്ത് കയറാത്തത്? നമ്മുടെ ജീവിത യാത്രയിലെ ഒരുപാട് പേരുണ്ട്, അവർ 6 മാസം കൊണ്ട് പരീക്ഷ ക്രാക്ക് ചെയ്തു പോയ ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസിലെ 3 മാസം കൊണ്ട് പരീക്ഷ ക്രാക്ക് ചെയ്ത ഉദ്യോഗാർത്ഥികളെയും എനിക്ക് നേരിട്ട് അറിയാം. അപ്പോൾ പരീക്ഷ എത്ര കാലം പഠിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, കൂടുതൽ സമയം പഠിച്ചു കഴിഞ്ഞാല് കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കത്തില്ല. അത് തമ്മിലെ
യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഇനി പിന്നെ എന്താണ് പ്രത്യേകത? എടാ, നിങ്ങൾ 2 മണിക്കൂറാണ് പഠിക്കുന്നതെന്ന് കരുതുക. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി 10 മണിക്കൂർ പഠിക്കുന്നുണ്ടെന്ന് കരുതുക. നിങ്ങൾ രണ്ടുപേരും ഒരു എക്സാം ഹാളിൽ പോയി പരീക്ഷ എഴുതി കഴിയുമ്പോൾ ചിലപ്പോൾ ആ 2 മണിക്കൂർ പഠിച്ചവന് 57 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, 10 മണിക്കൂർ പഠിച്ചവന് ചിലപ്പോൾ 35 മാർക്ക് കിട്ടി കാണത്തുള്ളൂ. എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നം? അതാണ് നമ്മൾ ക്വാളിറ്റി അതേപോലെ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന വാക്കിന്റെ പ്രസക്തി അവിടെയാണ് വരുന്നത്. ഇവിടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 മണിക്കൂർ പഠിച്ചവൻ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണ്ടത് മാത്രം അവൻ 2 മണിക്കൂർ കൊണ്ട് പഠിച്ചിട്ടുണ്ടാവും. അവന് വലിയ അറിവൊന്നും കാണത്തില്ല. പക്ഷെ 10 മണിക്കൂർ പഠിച്ചവന് അഗാധമായ അറിവ് കാണും. ചിലപ്പോ ഏതെങ്കിലും ഒരു ടോപ്പിക് ഇപ്പൊ ശ്രീനാരായണ ഗുരു എടുത്തു വെച്ച് അവൻ പഠിക്കുന്നു. അവൻ പഠിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ട് 10 മണിക്കൂർ കൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ പഠിച്ചിട്ടുണ്ടാവും. ഇവൻ 2 മണിക്കൂർ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ച ഈ വ്യക്തി ചിലപ്പോൾ 1 മണിക്കൂർ മാത്രമേ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന വലിയൊരു ഭാഗം പഠിച്ചിട്ടുണ്ടാവത്തുള്ളൂ. വേണ്ട കാര്യങ്ങൾ മാത്രം അവൻ പഠിച്ചിട്ടുണ്ടാവും. വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? അവൻ സ്വാഭാവികമായിട്ടും മുൻ വർഷങ്ങളിലെ PSC ചോദിച്ചു മാറിയ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചു മാറിയ എല്ലാ ചോദ്യങ്ങളും അവൻ ഓൾറെഡി നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ആ ഭാഗങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അവൻ പഠിച്ചിട്ടുണ്ടാവുക. 10 മണിക്കൂർ പഠിച്ചവൻ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ അഗാധമായ അറിവുണ്ടാവും. അവൻ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വേറെ എന്ത് ചോദിച്ചാലും അവൻ അവിടെ അറിവുണ്ടാവും. പക്ഷെ കാര്യമില്ല. PSC പരീക്ഷയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കുന്നതിലാണ് കാര്യം. അതായത് ക്വാളിറ്റിയിലാണ് കാര്യം, അതായത് ക്വാണ്ടിറ്റിയിൽ ഒരു കാര്യവുമില്ല. പക്ഷെ നിങ്ങളുടെ ഒരു പക്ഷേ അറിവ് വർദ്ധിക്കുന്നുണ്ടാവും. നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന ഒരിക്കലും റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. എന്താണ് PSC ചോദിക്കുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് മാത്രം പഠിച്ചുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ലിമിറ്റഡ് സമയം കൊണ്ട് ആ പോർഷൻ ആരാണോ തീർക്കുന്നത് അവനാണ് വിജയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം തികച്ചും ഇവ തമ്മിലെ യാതൊരുവിധ ബന്ധവും ഇല്ല. അതായത് ക്വാളിറ്റിയിലാണ് കാര്യം, ക്വാണ്ടിറ്റി ഒരിക്കലും ഇതിനകത്ത് ഒരു അഫക്റ്റ് ചെയ്യുന്നതേ ഇല്ല. മാർക്കുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ഈ ടേബിളിൽ കാണുമ്പോഴേ അറിയാൻ പറ്റും. സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ. അതിപ്പോ അംബാനി ആണെങ്കിലും യൂസുഫ് അലി സാർ ആണെങ്കിലും അല്ലെങ്കിൽ നിരത്തിൽ ഒരു പിച്ചക്കാരനാണെങ്കിലും എല്ലാവർക്കും സമയം 24 മണിക്കൂറാണ്. പക്ഷെ ആ 24 മണിക്കൂർ സമയം നമ്മൾ എങ്ങനെയാണോ കൃത്യമായിട്ട് അത് പ്രൊഡക്റ്റീവായിട്ട് ഒരു ആള് ഒരു ദിവസം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിലാണ് കാര്യമിരിക്കുന്നത്. ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ചില ആളുകാരുണ്ട്, അവര് നന്നായിട്ട് പഠിക്കാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ അഗാധമായിട്ട് പഠിക്കാറുണ്ട്. അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ 10 മണിക്കൂർ യാതൊരുവിധ പ്ലാനും ഇല്ല. ബുക്ക് തുറന്നു വെക്കുക. രാവിലെ 8 മണിക്ക് ഞാൻ ബുക്ക് തുറന്നു എടുത്തു. ഒന്നാമത്തെ ടോപ്പിക്ക് കേരളം, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞ് തമിഴ്നാട് പഠിച്ചു, നാഗാലാൻഡ്, മിസോറാം, അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങൾ പഠിച്ചു കൊണ്ടുപോകുന്നു. 10 മണിക്കൂർ ഇവൻ പഠിച്ചത് കൃത്യമായിട്ടാണ് പഠിച്ചത്. പക്ഷേ അശാസ്ത്രീയമായുള്ള പഠനമാണ് എന്ന് പറയാനുള്ള കാരണം ഞാൻ പിന്നീട് പറയാം. ഇനി 3 മണിക്കൂർ കൃത്യമായ പ്ലാനോടുകൂടി പഠിക്കുന്ന ഒരു വ്യക്തി, അവന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ ഓൾറെഡി അവൻ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് എത്ര മാർക്കിന് ചോദിക്കുമെന്നുള്ള കാര്യം അവൻ അറിയാം. മുൻ വർഷങ്ങളിൽ PSC 2021 മുതൽ 24 വരെ ചോദിച്ച ചോദ്യങ്ങളുടെ പാറ്റേൺ അവന്റെ മുമ്പിലുണ്ട്. ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്നുള്ള കാര്യം അവൻ അറിയാം. അവൻ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് അവന്റെ മനസ്സിൽ വ്യക്തമായ ഒരു ധാരണയുണ്ട്. ഇന്ന ചോദ്യങ്ങളാണ് PSC ചോദിച്ചു മാറിയത് എന്നുള്ള ധാരണയിലെ അത് മാത്രം പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ മാത്രം നോക്കി പോകുന്ന ഉദ്യോഗാർത്ഥിയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥി എന്ന് ഞാൻ പറഞ്ഞത്. അശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഉദാഹരണം റാങ്ക് ഫയൽ തുറന്നു വെച്ച് അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് കാണുന്ന ക്ലാസ്സുകൾ വെറുതെ കണ്ടുകൊണ്ട് യാതൊരുവിധ പ്ലാനും ഇല്ല. യൂട്യൂബ് തുറന്നപ്പോഴത്തേക്ക് ആദ്യം കിടക്കുന്നത് അയ്യങ്കാളി, അയ്യങ്കാളി. അപ്പൊ അയ്യങ്കാളി പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ബാക്കിയായിട്ട് വരുന്ന ആർട്ടിക്കിൾ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ എന്നാ കിടക്കട്ടെ അതും കൂടെ പഠിക്കാം. അങ്ങനെ അശാസ്ത്രീയമായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രത്യേകത അവർക്ക് കൃത്യമായ ഒരു പ്ലാൻ ഒന്നും കാണത്തില്ല. പക്ഷെ അവര് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ടാണ് പഠിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ വ്യക്തി ചെയ്തത് ഹാർഡ് വർക്കാണ്.
ആ വ്യക്തി ചെയ്തത് ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്ക് ആണ്. തീർച്ചയായിട്ടും അവൻ പഠിച്ച ടോപ്പിക് അല്ലേ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ആണ്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നതിലുപരി സ്മാർട്ട് വർക്ക് ചെയ്യുന്നവർക്കാണ് മത്സര പരീക്ഷകളിലെ ആദ്യത്തെ ഭാഗത്തേക്ക് എത്തുവാൻ സാധിക്കുന്നത് വിത്ത് ലിമിറ്റഡ് പീരീഡ്. നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ, ഒരു PSC പരീക്ഷ തയ്യാറെടുക്കുന്ന എനിക്ക് SI ആകണം എന്നാണ് എന്റെ ആഗ്രഹം. അതായത് 2 സ്റ്റാർ ഒക്കെ വെച്ചുകൊണ്ട് സമൂഹത്തിലെ വളരെ ബോൾഡായിട്ടൊക്കെ നടക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹങ്ങളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ചില ആൾക്കാർക്ക് എനിക്ക് സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റന്റ് ആകണം, ഭരണസിരാ കേന്ദ്രത്തിലേക്ക് എത്തണം. ചില ആൾക്കാർക്ക് എനിക്ക് പോലീസ് ആയാൽ മതി. ചില ആൾക്കാർക്ക് എനിക്ക് 10 to 5 മതി. അതായത് ഒരു LD ക്ലർക്കായിട്ട് ജോലി ചെയ്യണം, എന്റെ തൊട്ടടുത്ത വില്ലേജ് ഓഫീസിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ പഞ്ചായത്ത് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു സ്കൂളിൽ അധ്യാപികയാകണം. അതാകുമ്പോൾ ഒരുപാട് ലീവൊക്കെ കിട്ടും. സോ നല്ലതാണ്, നല്ല സന്തോഷമാണ്. എന്റെ പാഷൻ അധ്യാപകൻ ആകുക അല്ലെങ്കിൽ അധ്യാപിക ആകുക എന്നൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളുമായിട്ട് കൂടുതൽ അടുത്തിടപെട്ട് അവർക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, രാഷ്ട്രത്തിന്റെ പുരോഗതിയിൽ അവർ വഹിക്കുന്ന പങ്കിനോട് നമ്മൾ കൂടി ചേർന്ന് നിൽക്കുക എന്നുൾപ്പെടെയുള്ള ഒരുപാട് മോഹങ്ങളുമായിട്ട് നടക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സ്മാർട്ട് വർക്ക് ചെയ്യുന്നതിലാണ് കാര്യം, ഹാർഡ് വർക്ക് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങൾ എത്രത്തോളം സമയം കൂടുതൽ പഠിക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് പരീക്ഷയ്ക്ക് കിട്ടത്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ അഗാധമായ അറിവുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലടാ. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടണം. 2025 ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി, 2025 കഴിയുമ്പോൾ എനിക്ക് ജോലി കിട്ടണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നല്ലേ. അല്ലെങ്കിൽ 2026 തുടക്കത്തിലെ ഒരു സർക്കാർ സർവീസിൽ കയറണം. സമൂഹത്തിന്റെ മുമ്പിൽ എന്തുവാണ് നിന്റെ ജോലി? ഞാൻ സർവീസില എന്ന് പറയുമ്പോൾ ആൾക്കാർ ചാടിയൊക്കെയോ സർവീസിലല്ലേ. പിന്നെ അതിനപ്പുറത്ത് ചോദ്യമൊന്നുമില്ല. നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി, നമുക്കൊരു മാസം 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്. പക്ഷെ സമൂഹത്തിന്റെ മുമ്പില് എന്താണ് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സർക്കാർ സർവീസിലാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ബഹുമാനവും, നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ബിസിനസ്മാൻ ആണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ബഹുമാനം രണ്ടും രണ്ടാണ്. സർക്കാർ സർവീസിലാണെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു ജോലിയാണെന്നും അപ്പൊ അവനെ ഒന്ന് റെസ്പെക്ട് ചെയ്യണം. അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മളിപ്പോ ഒരു പഞ്ചായത്തിൽ പോയാൽ പോലും അവിടെ പഞ്ചായത്തിൽ ഇരിക്കുന്നത് വില്ലേജ് ഓഫീസറാണ്. അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സാ. നമ്മൾ PhD ഉള്ള നമ്മൾ അവിടെ ചെന്നിട്ട് സാറേ സാറേ എന്നല്ലേ വിളിക്കുന്നത്. ഇതാണ് അവസ്ഥ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് സമൂഹത്തിന് മുമ്പിലെ വലിയൊരു വിലയാണ് സർക്കാർ ജോലികൾക്കുള്ളതെന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ടിലെ കൃത്യമായ ശമ്പളം കിട്ടും. നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ ജീവിതകാലത്തിന്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ നമുക്ക് പെൻഷൻ കിട്ടുന്നു. നമുക്ക് ആരെയും ആശ്രയിക്കാതെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കും. അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറാണ് ഈ സർക്കാർ ജോലിയിൽ നിന്ന് കിട്ടുന്നതെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇതൊക്കെയാണ് അതിന്റെ ഒരു പ്ലസ് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിലാണ് കാര്യം എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി വേണം നമ്മൾ മുമ്പോട്ട് പോകുവാന്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. അതിനുള്ള റീസൺ ഇതുവരെ ആയിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. എത്ര മണിക്കൂർ പഠിക്കണം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിൽ നിർണായകമായ ഒരു പങ്കാണ് ടൈം ഫ്രെയിം എന്ന് പറയുന്ന ആള്. എന്താണെന്നറിയോ? അതായത് നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ ഏതാണോ, എന്തായാലും അറിയാമല്ലോ എഴുതാൻ പോകുന്ന പരീക്ഷ ഏതാണെന്നുള്ള കാര്യം അറിയാമല്ലോ. അതിന് ഇന്ന് മുതൽ ആ ദിവസം വരെ എത്ര സമയത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കണം. സ്വാഭാവികമായിട്ട് നമ്മൾ എഴുതാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതൊക്കെ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷകളാണ്. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട പരീക്ഷ, SIയുടെ പരീക്ഷ, ഇത് രണ്ടിന്റെയും പ്രിലിംസ് പരീക്ഷ മെയ് മാസത്തിൽ നടക്കും. നമുക്കറിയാവുന്ന കാര്യം. അതേപോലെ എക്സൈസിന്റെ പരീക്ഷ, അതിപ്പം സിവിൽ എക്സൈസ് ഓഫീസർ ആണെങ്കിലും വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ആണെങ്കിലും മെയ് മാസത്തിൽ നടക്കുന്നു. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പരീക്ഷ. നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന പരീക്ഷയാണ്. ഇതെല്ലാം മെയ് മാസത്തിൽ നടക്കാൻ പോവുക. അപ്പൊ നമ്മുടെ മുമ്പില് മാർച്ച് ഏപ്രിൽ എന്ന് പറഞ്ഞ 2 മാസത്തെ സമയമാണുള്ളത്. അപ്പൊ ഈ 2 മാസം എന്ന് പറഞ്ഞ 60 ദിവസമാണ്. അപ്പോൾ 60 ദിവസം കൊണ്ട് നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന സിലബസ് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുമ്പിലെ നവംബറിൽ നടക്കാൻ പോകുന്ന ഒരു പരീക്ഷ, എക്സാമ്പിൾ പറഞ്ഞ KS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെന്ന് കരുതുക. ഇതുവരെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2025 അവസാന സമയത്താണ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് അത്രയും സമയമുണ്ട്. എന്തായാലും എങ്ങനെ പോയാലും പരീക്ഷയ്ക്ക്
ഒരു വർഷം നമ്മുടെ മുമ്പിലുണ്ടാവും. അപ്പൊ നമ്മൾ വളരെ സാവധാനത്തിൽ പഠിച്ചു പോയാൽ മതിയാവും. അതായത് ഒരു ദിവസം പഠിക്കുന്ന ഡ്യൂറേഷൻ വല്ലാണ്ട് കൂടേണ്ട ആവശ്യമില്ല. പക്ഷേ 60 ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളെങ്കിലോ നമ്മൾ കുറച്ച് സമയം കൂടുതൽ പഠിക്കേണ്ടതായിട്ട് വരും. അതൊരു വലിയ ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ടൈം ഫ്രെയിം എന്ന് പറയുന്ന വലിയൊരു ഫാക്ടർ അവിടെ ഉണ്ട്. അതിന് മുമ്പ് പറഞ്ഞു നിർത്തിയത് എന്താണ്? സ്മാർട്ട് വർക്ക്. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ എന്താണ്? സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ച് സമയം പഠിച്ചാൽ മതി. രണ്ടാമത്തത്, നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇനി എത്ര ദിവസം ഉണ്ടെന്നുള്ള കാര്യം അത് കൃത്യമായിട്ട് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. ഇത് രണ്ടാമത്തെ കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ നിങ്ങളുടെ സിലബസ് ഹാർഡ് കോപ്പി എടുക്കണം. അത് ഫോണിനകത്ത് കിടന്നാൽ പോരാ. സിലബസിന്റെ ഹാർഡ് കോപ്പി പ്രിന്റ് ഔട്ട് എടുക്കണം. പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ ഈ ഫസ്റ്റ് പേജ് മാത്രമല്ല എടുക്കേണ്ടത്. നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ, നിങ്ങളുടെ മുമ്പിലെ സിലബസ് ഉണ്ട്. പണ്ടത്തെ പോലല്ല PSC പരീക്ഷ. കൃത്യമായ സിലബസ് ഉണ്ട്. എത്ര മാർക്കിന് ചോദിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ പരീക്ഷ എന്ന് നടക്കും എന്നുള്ള കാര്യത്തില് PSC ഒരു മാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാസം തന്നെ നടക്കും. എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ സെക്രട്ടേറിയറ്റിന്റെ പരീക്ഷ മെയ്, ജൂൺ, ജൂലൈ നടക്കുമെന്ന് പറഞ്ഞു. മെയ് തന്നെ തുടങ്ങിയല്ലോ, തീരുമാനമായല്ലോ. അപ്പൊ അതുകൊണ്ട് PSC എന്താണോ പറയുന്നത് അത് വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതിനകത്ത് ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇല്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് മൂന്നാമത്തെ പോയിന്റ്, സിലബസിന്റെ ഹാർഡ് കോപ്പി എടുക്കണം. സിലബസിന്റെ ഹാർഡ് കോപ്പി എടുക്കണം. ഫസ്റ്റ് പേജ് മാത്രം എടുത്താൽ പോരാ, ത്രൂ ഔട്ട് അങ്ങോട്ടുള്ള എല്ലാ പേജും പ്രിന്റ് ഔട്ട് എടുക്കണം. എന്നിട്ട് ഇത് കയ്യിൽ പിടിക്കണം. ഇത് കയ്യിൽ പിടിക്കുമ്പോൾ ഏകദേശം 7-8 പേജ് കാണും. ബാക്ക് ടു ബാക്ക് എടുത്താൽ മതി. ഒരു 10-30 രൂപയുടെ കാര്യമേ ഉള്ളൂ. ഇത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഇതിനകത്തേക്ക് നിങ്ങൾ നോക്കണം. ഇതിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മെം എന്തുവാടാ? മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അവിടെയാണ് നിങ്ങൾ കയറി പിടിക്കേണ്ടത്. അത് ഏത് പരീക്ഷയാണെങ്കിൽ, നിങ്ങൾ എഴുതാൻ പോകുന്ന ഏത് പരീക്ഷയാണ്, ഇതിപ്പോ ഒരു ക്ലർക്കിന്റെ സിലബസാണ്. അതായത് 10ാം ക്ലാസ് 10th മെയിൻസിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഫോളോ ചെയ്യുന്ന ഒരു സിലബസ് ആണിത്. ഇത് തന്നെ നിങ്ങൾക്ക് മറ്റുള്ള പരീക്ഷകൾക്ക് ഉപയോഗപ്പെടത്തില്ല. നിങ്ങൾ ഇപ്പൊ സെക്രട്ടേറിയറ്റ് OA ആണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നെങ്കിൽ ഈ സിലബസ് ഉപകാരപ്പെടും. കാരണം ഇതാണ് നിങ്ങളുടെ സിലബസ്. പക്ഷേ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷയിലേക്ക് പോകുമ്പോൾ ഇതല്ല സിലബസ്. അപ്പോൾ നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ തയ്യാറെടുക്കുന്നത് ആ പരീക്ഷയുടെ സിലബസ് കയ്യിൽ വെച്ചിട്ട് അതിന്റെ ഫുൾ സിലബസ് കയ്യിലെടുക്കണം. എന്നിട്ട് മെം സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ദിവസം മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് വേണ്ടി ഒരു സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ ഒരു ദിവസം 3 മണിക്കൂർ മാത്രമേ പഠിക്കാൻ സമയം കിട്ടുന്നുള്ള ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് 3 മണിക്കൂർ മാത്രമേ പഠിക്കാൻ സമയം കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 2 മണിക്കൂർ സമയം ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് വേണ്ടി അങ്ങ് മാറ്റി വെക്കണം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. 45 മിനിറ്റ് മാത്സിന് അങ്ങനെ ഉപയോഗപ്പെടുത്താം. അവസാനത്തെ പിന്നെ ഉള്ള 1 മണിക്കൂർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് 3 മണിക്കൂർ മാത്രമേ പഠിക്കാൻ സമയം കിട്ടുന്നുള്ളെങ്കിൽ 3 മണിക്കൂർ പഠിച്ചാൽ മതി. 1 മണിക്കൂർ മാത്രമേ പഠിക്കാൻ കിട്ടുന്നുള്ളെങ്കിൽ 1 മണിക്കൂർ പഠിച്ചാൽ മതി. 4 മണിക്കൂർ പഠിക്കാൻ നിങ്ങൾക്ക് സാഹചര്യം നിങ്ങളെ അനുവദിക്കുന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ പഠിക്കണം. നിങ്ങൾക്ക് 8 മണിക്കൂർ പഠിക്കാൻ നിങ്ങളെ സാഹചര്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 8 മണിക്കൂർ പഠിക്കണം. പഠിച്ചാലല്ലേ ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ എടുക്കുന്ന സമയത്തിന് അതിനൊരു പ്രത്യേകത ഉണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ പക്ഷേ നിങ്ങൾ നാളെ തിങ്കളാഴ്ചയാണ്. നാളെ നിങ്ങൾ എത്ര മണിക്കൂറാണ് പഠിക്കാൻ പോകുന്നത്? മറ്റന്നാൾ ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, ഈ ദിവസങ്ങളിലെല്ലാം, അതായത് ഒരു 5 ദിവസത്തെ ടൈം ടേബിൾ. തിങ്കളാഴ്ച ഞാൻ പ്ലാൻ ചെയ്യുന്നത് 8 മണി മുതൽ 10 മണി വരെ പഠിക്കാൻ തീരുമാനിക്കും. അല്ലെങ്കിൽ 10 മണി മുതൽ 12 മണി വരെ പഠിക്കാൻ തീരുമാനിച്ചു. എഴുതണം, ഒരു ബുക്ക് എടുക്കണം, ഡേറ്റ് എഴുതണം. തിങ്കൾ ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെയാണ് ഞാൻ പഠിക്കാൻ തീരുമാനിക്കുന്നത്. ആ ദിവസം ഒരു കലാപരിപാടികൾക്ക് നിങ്ങൾ പോകരുത്. ആ ദിവസം എല്ലാ ഫംഗ്ഷൻസും, എല്ലാ കല്യാണങ്ങളും, അല്ലെങ്കിൽ ബാല്യകാച്ച്, അല്ല സിനിമ, അതെല്ലാം എന്റർടൈൻമെന്റ് പർപ്പസ് എല്ലാം മാറ്റി വെക്കണം. നിങ്ങൾ 1 മണിക്കൂറെ പഠിക്കുന്നുള്ളെങ്കിൽ അത് മതി. നിങ്ങളോട് ഒരിക്കലും ഞാൻ 5 മണിക്കൂർ പഠിക്കാൻ പറയത്തില്ല. 1 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ടൈം ടേബിൾ ഉൾപ്പെടുത്തണം. തിങ്കൾ ഇന്ന് ഇത്ര മണിക്കൂർ പ്ലാൻ, ചൊവ്വ, ബുധൻ, വ്യാഴം മതി. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ചില ആൾക്കാർക്ക് ഭയങ്കര ആത്മവിശ്വാസം, ഞാൻ നാളെ 12 മണിക്കൂർ പഠിക്കാം കേട്ടോ, മറ്റന്നാളും 12, അങ്ങനെ ഞാൻ 12 മണിക്കൂർ പഠിക്കാൻ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും പരീക്ഷ ക്രാക്ക് ചെയ്യണം. ആദ്യത്തെ ദിവസം നിങ്ങൾ 12 മണിക്കൂർ പഠിച്ചു,
രണ്ടാമത്തെ ദിവസം 12 മണിക്കൂർ പഠിക്കത്തില്ല നിങ്ങൾ, 10 ചുരുങ്ങും. മൂന്നാമത്തെ ദിവസം അത് 5 ചുരുങ്ങും. 5-ാമത്തെ ദിവസം പെട്ടി അടയ്ക്കും, പരിപാടി വേണ്ടാന്ന് വിചാരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ആദ്യ ദിവസം പഠിക്കേണ്ടത് അരമണിക്കൂർ പഠിച്ചാൽ മതി. അരമണിക്കൂർ പഠിക്കുക, അടച്ചു വെക്കുക, പരിപാടി കഴിഞ്ഞു, മതി. രണ്ടാമത്തെ ദിവസത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും അരമണിക്കൂർ തന്നെ പഠിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ 45 മിനിറ്റ് അത് ഉയർത്താൻ ശ്രമിക്കണം. അരമണിക്കൂർ എന്നുള്ളത് 15 മിനിറ്റ് ആയിട്ട് ചുരുങ്ങി പോകാൻ പാടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യ ദിവസം നമ്മൾ എത്ര മണിക്കൂറാണോ പഠിക്കുന്നത് അത് ലിമിറ്റഡ് സമയം മതി, ചെറിയ സമയം എടുക്കുക. അതിനെ പതിയെ 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 ഉയർത്തിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ. വൺസ് നിങ്ങൾ പതിയെ ഉയർത്തി ഉയർത്തി മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് തന്നെ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ആ ഒരു ട്രാക്കിലേക്ക് വരും. ചിലപ്പോൾ നിങ്ങൾ മുമ്പോട്ടുള്ള യാത്രയിലെ അതിന്റെ നമുക്ക് ആ ഒരു ഇഷ്ടപ്പെട്ടുകൊണ്ട്, കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കാര്യമില്ല ഇതിനകത്ത്. പലപ്പോഴും നമ്മൾ കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഔട്ട്പുട്ട് വരത്തില്ല. ഇഷ്ടപ്പെട്ട് പഠിക്കണം, ഓരോ കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് പഠിക്കണം. അപ്പൊ അതുകൊണ്ട് സിലബസിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പോർഷൻ ഒരിക്കലും തുടരുത്. ചില ആൾക്കാരുണ്ട്, ജോഗ്രഫി ഇഷ്ടമല്ല സാറേ, ഭയങ്കര പാടാ, വേണ്ട, അത് ഒരിക്കലും നിങ്ങൾ കൈകൊണ്ട് എടുക്കരുത്. അതല്ല സാറേ എനിക്ക് ജോഗ്രഫി ഇഷ്ടമല്ല, ഞാൻ ജോഗ്രഫി ആദ്യമേ എടുക്കാം, അങ്ങനെയാണെങ്കിൽ ഡള്ളായി പോത്തേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ആ പോർഷന്റെ മാർക്ക് നോക്കണം. ആ മാർക്ക് നോക്കിയിട്ട് വേണം പഠിക്കാൻ. ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അവിടെ നിങ്ങൾ 25-30 ദിവസം സ്പെൻഡ് ചെയ്ത പൊട്ടത്തരമല്ല, മണ്ടത്തരമാണ്. പക്ഷേ അതിന് പകരം നിങ്ങൾ ബയോളജി പഠിച്ചാൽ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. കാരണം കുറച്ചേ ഉള്ളൂ പഠിക്കാൻ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8-9 ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സിലബസിന്റെ ഹാർഡ് കോപ്പി എടുത്തു വെച്ചിട്ട് അത് കൃത്യമായിട്ട് മാർക്ക് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് എവിടെയാണോ ഉള്ളത് ആ പോർഷൻ നോക്കി വൃത്തിയായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതും നമ്മളെ സമീപിച്ച് നോക്കുമ്പോൾ വളരെ നിർണായകമായ കാര്യമാണ്. മാത്രമല്ല ഇതിന്റെ ഹാർഡ് കോപ്പി എടുത്തിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം നമ്മൾ ചരിത്രം തുടങ്ങുക. ചരിത്രം 5 മാർക്കിന്റെ ചോദ്യം. ഇത് കേരള ചരിത്രമുണ്ട്, ഇന്ത്യൻ ചരിത്രമുണ്ട്, അതേപോലെ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. 3 പോർഷനാണ്. നിങ്ങൾക്ക് ഈ ചരിത്രം ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മൊത്തം ഒഴിവാക്കിക്കൂ. എത്ര മാർക്കാ പോകുന്ന കയ്യിൽ നിന്ന്? 5 മാർക്കല്ലേ പോത്തുള്ളൂ, ബാക്കിയുണ്ടല്ലോ. അതായത് ഹിസ്റ്ററി ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഹിസ്റ്ററി ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി മൊത്തത്തിലെ, വേൾഡ് ഹിസ്റ്ററി മൊത്തത്തിൽ നിങ്ങൾ ഒഴിവാക്കിയാൽ പോലും നിങ്ങൾക്ക് 5 മാർക്ക് മാത്രമേ നഷ്ടപ്പെട്ടു പോകത്തുള്ളൂ. ചില ആൾക്കാരുണ്ട് ഹിസ്റ്ററി ഇരുന്ന് പഠിക്കുന്നതാണ്, ചുമ്മാ ഇരുന്ന് പഠിക്കുവോ വെറുതെയൊക്കെ. എന്തൊക്കെയോ ശ്രീധരമേനോന്റെ കേരള ഹിസ്റ്ററി ഒക്കെ എടുത്തു വെച്ച് അലക്കി കലക്കി കുടിച്ച് എന്തൊക്കെയോ കാണിക്കും. പക്ഷേ 5 മാർക്കിന്റെ ചോദ്യ പരീക്ഷയ്ക്ക് ആകെ വരത്തുള്ളൂ. ഇനി നിങ്ങൾ പഠിക്കുന്നത് നിർബന്ധമായിട്ടും വരണമെന്ന് നിർബന്ധമുണ്ടോ? അതുമില്ല. പക്ഷെ നമ്മുടെ മാർക്ക് ഇരിക്കുന്നത് എവിടെയാ? മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. കണ്ടോ, അവിടുന്ന് പരമാവധി മാർക്ക്. അവിടെ അപ്ഡേറ്റ് ഇല്ല. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് ലൈഫ് ലോങ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം പഠിക്കുന്ന കാര്യം എന്താണെങ്കിലും അത് അണ്ടർലൈൻ ചെയ്ത് പോകണം. അതും കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊരു വലിയൊരു ഫാക്ടറാണ്, അതുകൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഇന്ന് പഠിക്കാൻ തുടങ്ങിയ ഒരു ഉദ്യോഗാർത്ഥിയാണ്. അപ്പൊ നിങ്ങൾ ഐശ്വര്യമായിട്ട് ഇന്നൊരു അരമണിക്കൂർ സമയമാണ് പഠിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇഷ്ടം ഹിസ്റ്ററി തുടങ്ങാം, ഐശ്വര്യമായിട്ട് ഹിസ്റ്ററി തുടങ്ങി. യൂറോപ്യന്മാരുടെ വരവെന്ന് പറയുന്ന ഭാഗം ഏറ്റവും ഭംഗിയായിട്ട് അങ്ങ് പഠിക്കുക. അത് മാത്രം പഠിച്ചാൽ മതി, അത് മാത്രമേ പഠിക്കാവുള്ളൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യൂട്യൂബോ അല്ലെങ്കിൽ ആപ്പിനകത്തെ ക്ലാസ്സുകളിലോ 2021 മുതൽ 2024 വരെ യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് PSC ചോദിച്ചു മാറിയത് എന്ന് നോക്കണം. എന്നിട്ട് ഈ പോർഷൻ പതിയെ പതിയെ പഠിക്കണം. കണ്ടോ, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളും അതുപോലെ ഇതൊക്കെ ഭയങ്കര രസകരമായ ടോപ്പിക്കുകളാണ് ചില ആൾക്കാർക്ക്. അപ്പൊ അതൊക്കെ അങ്ങനെ രസകരമായിട്ട് മുമ്പോട്ട് പോകണം. സോ അങ്ങനെ പഠിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകേണ്ടത് എന്ന് ഓർപ്പിക്കുന്നു. ഓരോ ദിവസം കഴിയുന്നതും നിങ്ങൾ ഇങ്ങനെ വരച്ചു പോകണം. ഇന്ന് നിങ്ങൾ പഠിച്ചത് യൂറോപ്യന്മാരുടെ വരവ്, നാളെ നിങ്ങൾ പഠിക്കുന്നത് ഐക്യ കേരള പ്രസ്ഥാനം. അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ പഠിച്ചു. അങ്ങനെ വൃത്തിയായിട്ട് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ആ ഒരു പേജ് എപ്പോഴും കയ്യിൽ വേണം. എഴുന്നേൽക്കുമ്പോഴും അത് ആ ഒരു സിലബസിന്റെ ഹാർഡ് കോപ്പി കയ്യിലെടുക്കുക, കിടക്കുമ്പോഴും ഈ സാധനം കയ്യിൽ വേണം. എന്താണ് പഠിച്ചത് ഇന്ന്? അണ്ടർലൈൻ ചെയ്യണം. എന്താണോ പഠിച്ചത് അത് അണ്ടർലൈൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ നമ്മളെക്കുറിച്ച്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതും മറ്റൊരു ഫാക്ടറാണ്. ഇനി പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയം ഭയങ്കര നിർണായകമാണ്. നമ്മൾ എപ്പോഴും പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഒരിക്കലും ഭേദപ്പെട്ട ഔട്ട്പുട്ട് കിട്ടാത്ത സമയങ്ങളാണ് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നത്. അതായത് വൈകുന്നേരം ട്രാഫിക് ഉള്ള സമയമോ, അതായത് വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെയുള്ള സമയമായിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷെ അത് മണ്ടത്തരോ. കാരണം നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിലെ പഠിച്ച ആ ഒരു ട്രെൻഡിലുള്ളതല്ല നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി നമ്മൾ പഠിക്കുന്നതാ, ഇഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കുന്നതല്ല. അതെങ്ങനെങ്കിലും നാളെ സാറിന്റെ അടി കിട്ടാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുന്നതാ. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് പഠിച്ച് കാണാപ്പാടം പഠിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ സറൗണ്ടിങ്സിൽ നിന്ന് യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാത്ത സമയം നോക്കി അത് വളരെ ഭംഗിയായിട്ട് ആ ഒരു സമയം പ്രയോജനപ്പെടുത്തണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 7 മണി മുതൽ 10 മണി വരെയുള്ള സമയം പഠിക്കാതിരുന്നിട്ട് ആ സമയം നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് 10 മണി മുതൽ 12 മണി വരെയുള്ള സമയം പഠിക്കാം. അതേപോലെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഈ പറഞ്ഞ പോലെ 4 മണി മുതൽ വെളുപ്പംകാലം 4 മണി മുതൽ 6 മണി വരെയുള്ള ആ ഒരു 2 മണിക്കൂർ എന്ത് പഠിച്ചാലും അത് നമ്മൾ ആ ഒരു സമയത്ത് പഠിക്കുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവാറുണ്ട്. അതൊരിക്കലും മറന്നു പോകാറില്ലെന്നാ പറയുന്നത്. അത് നമ്മളെ പഠനങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ റിസൾട്ട് തരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ സമയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പരമാവധി സറൗണ്ടിങ്സിൽ നിന്ന് ഡിസ്റ്റർബൻസ് കിട്ടാത്ത സമയങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. പകൽ സമയങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതായത് സറൗണ്ടിങ്സിൽ നിന്ന് ഡിസ്റ്റർബൻസ് കിട്ടാത്ത സമയങ്ങൾ തിരഞ്ഞെടുക്കണം. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സമയം കണ്ടെത്തി 2-3 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റീവായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന സമയം തിരഞ്ഞെടുത്ത് പഠിക്കണം എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പാരാമീറ്റർ ആണ്. ഇനി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ സ്റ്റിക്കി നോട്ടുകൾക്ക് വലിയൊരു പ്രാധാന്യമാണ്. ഈ നമ്മൾ സിവിൽ സർവീസ് എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രത്യേകത കണ്ടിട്ടുണ്ട്. അവർ കേരളത്തിൽ നിന്ന് പഠിക്കാറില്ല, കൂടുതലും ഡൽഹിയിലൊക്കെയാണ് പോയി പഠിക്കുന്നത്. എന്താണെന്നറിയോ? അവിടെ അവര് സ്വാഭാവികമായിട്ട് ഒരു ചെറിയൊരു മുറിയിലിരുന്നായിരിക്കും പഠിക്കുന്നത്. അത് കൃത്യമായ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കും പഠിക്കുന്നത്. 6 മണി മുതൽ 7 മണി വരെ, 7 മണി മുതൽ 8 മണി വരെ. അത് കൃത്യം സ്റ്റിക്കി നോട്ട് ഉണ്ടാവും അവർക്ക്. ഇങ്ങനെ 6 to 7 ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ന പോർഷൻ, 7 to 8, 8 to 9, അങ്ങനെ സമയത്തിനെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി ഉറക്കവും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്റർടൈൻമെന്റ് എല്ലാം വളരെ ഭംഗിയായിട്ടാണ് അവർ പോകുന്നത്. സോ അതുകൊണ്ട് സ്റ്റിക്കി നോട്ടുകൾക്ക് വലിയ പ്രാധാന്യം നമ്മുടെ പഠനത്തിലുണ്ട്. നമ്മൾ എവിടെയാണോ പഠിക്കാൻ നമ്മുടെ ടേബിള്, അവിടെ നമ്മൾ ഇന്ന് എന്താണോ പഠിക്കുന്നത് നേരെ സ്റ്റിക്കി നോട്ടിൽ എഴുതി വെക്കണം. അതെല്ലാം പൂർത്തിയായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഗസ് ചെയ്യണം, നമ്മൾ നോക്കണം. നമ്മൾ കിടക്കുന്നതിന് മുമ്പ് അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് അനാലിസിസ് നടത്തി വേണം പോവാന്. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഒരു അരമണിക്കൂർ മാത്സ് പഠിച്ചു, ഇനി നിങ്ങൾ അരമണിക്കൂർ ഇംഗ്ലീഷ് പഠിക്കണം, അരമണിക്കൂർ മലയാളം പഠിക്കണം. അങ്ങനെ പോകണം. അല്ലാതെ രാവിലെ ഇപ്പം 10 മണിക്ക് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു, 10 to 12 പഠിക്കാൻ തീരുമാനിച്ചത്. കാരണം 12 മണി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് കരുതുക. അപ്പൊ 10 മണി മുതൽ 12 മണി വരെ പഠിക്കുമ്പോൾ 10 മണി മുതൽ 10:30 വരെ ഒരു വിഷയം പഠിക്കുക. എന്നിട്ട് കുറച്ച് സമയം വെള്ളം കുടിക്കണം, ഒന്ന് എഴുന്നേക്കണം. അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് അടുക്കളയിലോ പോയി ഒന്ന് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് പുറത്തേക്ക് പോയി നടന്നിട്ട് തിരിച്ച് കയറി വരിക. അല്ല തുടർച്ചയായിട്ട് വെറുതെ ഇരുന്നുകൊണ്ട് വായിച്ച് പഠിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഭയങ്കര ബ്ലറായി പോകും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തലച്ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തലച്ചോറിനകത്ത് 85% വെള്ളമോ ജലാംശം ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. വെള്ളം കുടിക്കുക എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അരമണിക്കൂർ പഠിക്കുക, എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, പുറത്തൊക്കെ ഒന്ന് പോവുക, തിരിച്ചു വരിക. വീണ്ടും അരമണിക്കൂർ മറ്റൊരു സബ്ജക്ട് എടുത്ത് വെച്ച് പഠിക്കണം. കൃത്യമായ ഇടവേളകളില് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത്, ഓരോ അരമണിക്കൂർ കഴിയുന്തോറും 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട്, 5 മിനിറ്റ് കൂടുതൽ. ചില ആൾക്കാർ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ, അങ്ങനെയാണെ പറ്റത്തില്ല. നിങ്ങൾ അരമണിക്കൂർ പഠിക്കുന്നു, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു, വീണ്ടും അരമണിക്കൂർ. ആ ഇടവേളകളിൽ റെസ്റ്റ് എടുക്കുമ്പോഴൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. മൊത്തത്തിൽ ഒരു ദിവസം 2 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ കൂടി ശ്രമിക്കണം. അത് ജലാംശം നമ്മുടെ ശരീരത്തിനെയൊക്കെ നമ്മൾ ഔട്ട്പുട്ട് മാത്രം പ്രതീക്ഷിക്കരുത്, ഇൻപുട്ട് കൂടി കൊടുക്കണം. അപ്പൊ അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഇടവേളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കൺസിസ്റ്റൻസി. നിങ്ങൾ 1 മണിക്കൂറെ പഠിക്കുന്നുള്ളെങ്കിലും കുഴപ്പമില്ല, അത് അടുത്ത ഒരു 30-60 ദിവസത്തേക്ക് അത് കൺസിസ്റ്റന്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. അതിൽ നിന്ന് കുറയാൻ പാടില്ല. ഒരു കാരണവശാലും നിങ്ങൾ 30 മിനിറ്റ് ആണ് ഒരു ദിവസം പഠിക്കാൻ എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, ആ 30 മിനിറ്റ് നാളെയും മറ്റന്നാളും എല്ലാം കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം. ഒരു കാരണവശാലും അതിൽ നിന്ന് കുറവ് വരാൻ പാടില്ല. 5 മണിക്കൂർ പഠിച്ച് അടുത്ത ദിവസം 2 മണിക്കൂറായി, അതിനടുത്ത ദിവസം 1 മണിക്കൂർ ആവരുത്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന 1 മണിക്കൂർ ആണെങ്കിൽ ഇന്ന് 1 മണിക്കൂർ പഠിക്കുക, നാളെ 1 മണിക്കൂർ, അടുത്ത ദിവസം 1 മണിക്കൂർ. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് മുമ്പോട്ട് പോകണം, ഡെവലപ്പ് ചെയ്യാൻ കൂടി ശ്രമിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ള കാര്യത്തില് നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. പക്ഷേ ഇത്രയും ഈ പറഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ നിലനിർത്തിക്കൊണ്ട് വേണം നിങ്ങൾ ഡിസൈഡ് ചെയ്യുവാൻ. പക്ഷേ കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുവാണ്.
ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, സാറേ ഇതിനൊക്കെ സോഴ്സ് എവിടെ നിന്നാണ്, ഞങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ വേണം, അതേപോലെ റെക്കോർഡ് ക്ലാസ്സുകൾ വേണം, ഞങ്ങൾക്ക് സമയം മുമ്പോട്ട് പോകുമ്പോൾ അത് കണ്ടെത്തി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, അതിന് പകരം നിങ്ങൾ എല്ലാം കൂടെ അങ്ങ് പ്രൊവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതങ്ങ് ഫോളോ ചെയ്താൽ മതിയല്ലോ, മതി. അത്തരത്തില് നമ്മൾ വരാൻ പോകുന്ന 10th മെയിൻസ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലെ ഏറ്റവും പുതിയ ബാച്ച്, ക്രാഷ് ബാച്ചാണ് നിങ്ങളുടെ മുമ്പിൽ. ഏകദേശം 60 ദിവസത്തെ സമയമാണ് സെക്രട്ടേറിയറ്റ് OA ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്കുള്ളത്. സോ അതുകൊണ്ട് നിങ്ങളെ പരമാവധി റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ ഈ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് പുതിയ ബാച്ച് നമ്മുടെ CCയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈം മാനേജ് ചെയ്യാൻ കൃത്യമായിട്ടൊരു ടൈം ടേബിളിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ ഓൾറെഡി ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പഠനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സോ ആ ഒരു സാധ്യത നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാവുന്നതാണ്. സോ ബോർഡ് നമ്പറിലെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ ബാച്ച് 8590202323 എന്ന് പറഞ്ഞ നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഏറ്റവും പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് കൃത്യമായി ടൈം മാനേജ് ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ട് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇതുപോലത്തെ ഉദ്യോഗാർത്ഥികൾ ഫേസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാവുന്നതാണ്. സോ കൃത്യമായ ഇടവേളകളെ കൺസിസ്റ്റന്റ് ആയിട്ട് ടൈം ഫ്രെയിം അറേഞ്ച് ചെയ്തുകൊണ്ട് സിലബസിനോട് നീതി പുലർത്തിക്കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ മത്സര പരീക്ഷകളെല്ലാം വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ബൈ.